നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെയും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റും അതോടൊപ്പം തന്നെ പാലപ്പം. നമുക്കിത് ഒരു മുട്ട റോസ്റ്റിൻ്റെ ഒരു കോംബോ. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും എല്ലാം നമുക്ക് വളരെ ടേസ്റ്റോടു കൂടിയ മുട്ട റോസ്റ്റും അതുപോലെ തന്നെ അത്രയും സോഫ്റ്റായ പാലപ്പവും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ പാലപ്പം തയ്യാറാക്കണം. നല്ല സോഫ്റ്റായ പാലപ്പം, അരികൊക്കെ നല്ല ക്രിസ്പിയോടുകൂടിയ പാലപ്പം തയ്യാറാക്കണം. അതിന് ഞാൻ 250 ml കപ്പിൽ ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇഡലി റൈസ് ഒന്നുമല്ല, അപ്പത്തിനുള്ള പച്ചരി അതെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് ചോറ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങ. ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്നാന്ന് വെച്ചാൽ 1 ടീസ്പൂൺ ഈസ്റ്റും അതോടൊപ്പം ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. ഇനി നമുക്ക് വേണ്ടത് ഈ അരി നല്ല വൃത്തിയായിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകി ഒരു 3 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ അരി അരച്ച് എല്ലാം ഫെർമെൻറ്റേഷന് വേണ്ടി വെച്ചിരിക്കുന്നു. അതവിടെ ഇരുന്ന് ഒന്ന് പൊങ്ങി വരുന്ന സമയം വരെ നമുക്ക് അപ്പോഴത്തേക്കിന് മുട്ട റോസ്റ്റ് ചെയ്യാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന 4 മുട്ട പുഴുങ്ങി തോടെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നു. അതിനുശേഷം ഒരു വലിയ സബോളയും പിന്നെ ഒരു മീഡിയം സൈസ് സബോളയും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളായിട്ട് ആസ് യൂഷ്വൽ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കുക. അതിനുശേഷം നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. ഇതിലേക്ക് ഈ മുട്ട റോസ്റ്റിലേക്ക് ഇതുപോലെ ഒരു ചെറിയൊരു പിടി മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു പച്ചമുളകും ഒരു ചെറിയ പച്ചമുളക്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവൊക്കെ അവനവൻ്റെ ആവശ്യാനുസരണം ചേർക്കണം. അതുപോലെ 5-6 അല്ലി വെളുത്തുള്ളിയും ഇത് നമുക്ക് അരച്ചൊരു പേസ്റ്റാക്കി വേണം ചേർക്കാൻ. ഇനി നമുക്ക് എങ്ങനെ എളുപ്പത്തിലുള്ള മുട്ട റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ഇതുപോലെ ഒരു കടായിയോ പാനോ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ, ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നവരെ, ഒരു ഗോൾഡ് ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സബോള ഒന്ന് വഴന്നു വരാൻ നമുക്കതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ശേഷം ഇതുപോലെ ഞാൻ ഒരു തണ്ട് നല്ല കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സബോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോള ഇതുപോലെ നോക്കി ബ്രൗൺ കളറായി വന്നു, ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് ഇളക്കി നമുക്ക് ഈ തക്കാളി ഒന്ന് മെൽറ്റ് ആവാനായിട്ട് ഇച്ചിരി ഒന്ന് വാടി വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ച് നല്ല ഒരു പേസ്റ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ മുമ്പേ ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു 7 തൊട്ട് ഒരു 10 അല്ലെങ്കിൽ 12 കാഷ്യൂ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പം കുറച്ച് ഒരുവിധം നന്നായിട്ട് വാടി നന്നായിട്ട് വെന്തുടഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലാസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇത്, അധികം എരിവില്ലാത്തതാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഗരം മസാലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഇതങ്ങ് മൂടി വെക്കുക. അപ്പം തക്കാളിയൊക്കെ ശരിക്കും നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് വെന്ത് ഈ മസാലയെ കിടന്നങ്ങ് ഉടയും. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം.
1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ കൂട്ടത്തിൽ അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലാസ് എല്ലാം ഒന്ന് നോക്കാം. നോക്കി എല്ലാം നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് നോക്കി വെന്തുടഞ്ഞു എല്ലാമായി. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയും കാഷ്യൂനട്ടും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള ആ പേസ്റ്റ് അരച്ച് വെച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കിയതിന് ശേഷം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇച്ചിരി ഗ്രേവി വേണം. ഇതിപ്പം നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇച്ചിരി ഗ്രേവിയും കൂടെ വേണം. അതിന് നമുക്ക് കുറച്ചും കൂടെ ആ ഗ്രേവിയൊക്കെ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി കൂടെ എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ട്, ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം മിക്സ് ചെയ്യുക. പിന്നെ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി വയ്ക്കുക. ഇതുപോലെ ഗ്രേവിയൊക്കെ തിളച്ച് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് കാണുമ്പോൾ ഒരു ലേശം കുരുമുളക് പൊടിയും കൂടെ ഇടുക. ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ച് വയ്ക്കുക. മുറിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ മുറിച്ച് വെക്കുവാണെങ്കിൽ ഉള്ളിലൊക്കെ ഈ മസാലാസ് എല്ലാം പിടിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മുട്ടയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രഷ് മല്ലിയില ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ മുട്ട റോസ്റ്റ് ഇപ്പോൾ റെഡിയായി. നോക്കി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റ്. ആകെ സമയമെടുക്കുന്നത് നമ്മൾ സബോള ഒന്ന് വഴറ്റുന്ന സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട റോസ്റ്റ് റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെല്ലെന്നുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ അപ്ലോഡിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മുട്ട റോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ അപ്പം റെഡിയാക്കാം. നമ്മൾ ഫെർമെൻറ്റേഷന് വേണ്ടി മാവ് അരി അരച്ച് വെച്ചിരിക്കുന്നു. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നോക്കി നന്നായിട്ട് ഫെർമെൻ്റായി നോക്കി നല്ല വൃത്തിയായിട്ട് നോക്കി പൊങ്ങി വന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി അരച്ച കൂട്ടത്തിൽ അതിനാവശ്യമുള്ള പഞ്ചസാരയും ഈസ്റ്റും എല്ലാം ചേർത്താണ് നമ്മൾ ഇത് അരച്ച് വെച്ചത്. ഇനി നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ബദിയെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. വൃത്തിയായിട്ടൊന്ന് ഇളക്കി ഉപ്പ് എല്ലായിടത്തും മാവിലെല്ലായിടത്തും പിടിക്കുന്ന പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അപ്പച്ചട്ടി, ഞാൻ ഇത് നോൺ സ്റ്റിക്കിലല്ല ഇരുമ്പിൻ്റെ ചെറിയ ചീനച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ, സെസമി ഓയിൽ, നല്ലെണ്ണ ഇതങ്ങ് നമുക്ക് തൂത്ത് കൊടുക്കാം. നന്നായിട്ട് തൂത്ത് കൊടുക്കാം. ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ രണ്ട് സൈഡിലും പിടിച്ച് നമുക്കിതൊന്ന് ചുറ്റിച്ചിങ്ങനെ കൊടുക്കാം.
ഇനി നമുക്ക് ഒരു മൂടി കൊണ്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി കൊണ്ട് മൂടി. അപ്പോൾ നമുക്ക് അപ്പം റെഡിയായോ നോക്കി. ആഹാ, നല്ല അപ്പമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്തതും കൂടെ ഒന്ന് കോരി ഒഴിക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട റോസ്റ്റും അപ്പവും റെഡിയായി. അപ്പം നോക്കി, നല്ല അപ്പമാണ്, നല്ല സുന്ദരി അപ്പം. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. നോക്കിയാൽ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തു നല്ല സോഫ്റ്റാണ്. അപ്പത്തിന് പാകത്തിന് ആ പഞ്ചസാര ഇട്ടത് കൊണ്ട് പാകത്തിന് ചെറിയൊരു മധുരവും ഉപ്പും എല്ലാം കൂടെ ആയപ്പോൾ അപ്പത്തിന് അതിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അതോടൊപ്പം മുട്ട ഈ റോസ്റ്റ് അതിലും നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ. എല്ലാവർക്കും നന്ദി.